ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡൊക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോറി പറഞ്ഞപ്പോൾ മനു ഒന്ന് രക്ഷിക്കുന്ന എപ്പിസോഡായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഡോഗാണ്, ശർമ്മ സാറിൻ്റെ ഡോഗാണ് അലീനയെ രക്ഷിക്കാനായിട്ട് സഹായിക്കുന്നത്. അങ്ങനെ പക്ഷേ നമ്മളിതൊരു ഇമാജിനേഷൻ സ്റ്റോറി ആയിട്ട് പറഞ്ഞതായിരുന്നു. ഏകദേശം ഒരു ധാരണ, ഒരു ഓർമ്മ വെച്ചിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വായിച്ചൊരു നോവലാണ്. അപ്പം അതിലെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്നാലും ആ കത്രിക കൊണ്ട് കുത്തുന്ന സീനൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ അതിൻ്റേതായ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സ്റ്റോറി കേട്ടാൽ മതി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ സ്റ്റോറി മുൻകൂറായിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ റോങ് കഥ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ കേൾക്കാനും ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പേരുടെയും എക്സ്ട്രീം ലെവൽ എപ്പിസോഡായിരുന്നു. ആക്ടിംഗ് ആയിരുന്നു. അടിപൊളിയായിട്ട് 3 പേരും പെർഫോം ചെയ്തിട്ടുണ്ട്. നികിതയുടെ പെർഫോമൻസ്, നമ്മുടെ അലീനയുടെ പെർഫോമൻസ് ഒന്നും പറയാതിരിക്കാൻ വയ്യ. എനിക്കത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും അലീനയായിട്ട് ജീവിക്കുകയായിരുന്നു നികിത. അതുപോലെ ഹരിയും രോഹിത്തും ഒക്കെ അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ രോഹിത്തും ഹരിയും കൂടെ അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അലീന സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ കത്രിക കൊണ്ട് തൻ്റെ വയറ്റിൽ കുത്തുകയും അവിടെ ബോധം കെട്ട് വീഴുകയുമാണ് ചെയ്യുന്നത്. ആ സമയത്ത് രോഹിത് ആകെ പേടിച്ചിട്ട്, എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ കിടന്ന് ചത്തുപോകുമോ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ, വേഗം വാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് ഹരി രോഹിത്തിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണല്ലോ. ആ സമയത്ത് രോഹിത് തിരിച്ചു വന്നിട്ട്, അല്ലടാ അവളെങ്ങാനും എൻ്റെ റൂമിൽ കിടന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടുപോകും, പോലീസ് നമ്മൾ രണ്ടാളെയും പൊക്കും എന്നൊക്കെ പറയണം രോഹിത്ത്. അതനുസരിച്ച് അലീനയെ റൂമിൽ നിന്ന് താഴെ സ്റ്റെയർ കേസിൻ്റെ താഴെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. റൂമിലെയും സ്റ്റെയർ കേസിലും ഒക്കെയുള്ള ബ്ലഡൊക്കെ തുടച്ച് കളയാനായിട്ട് രോഹിത്തിനോട് ഹരി പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ രേവതിക്കുട്ടി അലീനയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അലീന കോള് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ രോഹിത്തും ഹരിയും കൂടെ അലീനയും കൂട്ടി താഴേക്ക് വന്ന സമയത്തും നമ്മുടെ രേവതിക്കുട്ടി അലീനയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് ഹരി കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരി ആ ഫോണിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇത് ആരപ്പോൾ വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്, ഇത് ആരുടെ ഫോണാണെന്ന് ചോദിക്കുമ്പോൾ അത് അവളുടെ ഫോണാണ്, അലീനയുടെ ഫോണാണെന്ന് രോഹിത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരി ആണെങ്കിൽ ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഗ്രേസമ്മ ആൻറ്റി ബ്രാക്കറ്റിൽ ഇങ്ങനെ രേവതിക്കുട്ടി എന്നങ്ങനെ പേര് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പേരിങ്ങനെ കാണുമ്പോൾ, ഇത് ആരാടാ ഈ വിളിക്കുന്നത്, ഏതാ ഈ രേവതിക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാൻ മേല എന്നൊക്കെ പറയണം. ആ രേവതിക്കുട്ടി എറണാകുളത്തുള്ള കൊച്ചാന്നാണ് തോന്നുന്നത്, അവളെ കാണാനൊക്കെ പോയില്ലായിരുന്നു ഇവള് എന്നൊക്കെ പറയണം. എന്തായാലും ഈ ഫോൺ ഇവിടെ വെക്കേണ്ട, ഇവർ തമ്മിൽ എന്താ സംസാരിച്ചേക്കുന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. നീ വന്ന കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു വിഷയമായിരിക്കും, നമുക്ക് ഈ ഫോൺ എടുത്ത് കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞ് ഹരി ആ ഫോൺ എടുക്കുക കേട്ടോ. കയ്യിൽ ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ അവിടെ ഇട്ടുകൊണ്ട് അലീനയെ അവിടെ ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ ശബ്ദം ഉണ്ടാക്കാതെ. ആ സമയത്തൊക്കെ മുത്തശ്ശി ഇങ്ങനെ അലീനയെ, മോളെ നീ എവിടെയാണ് കൊച്ചെ, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രോഹിത്തും ഹരിയും കൂടെ ആകെ പരിഭ്രാന്തരാവട്ടോ. അങ്ങനെ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കാതെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോവുകയാണ്, അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹരിയെ കണ്ടപ്പോൾ തന്നെ ശർമ്മ സാറിൻ്റെ ഡോഗ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഹരി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടപ്പോൾ വീണ്ടും ആ ഡോഗ് അവിടെ തന്നെ നിന്ന് ഭയങ്കരമായിട്ട് കുരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഭയങ്കര കുര കണ്ടപ്പോൾ ശർമ്മ സാർ ഇറങ്ങി വരുന്നുണ്ട്. നീ എന്താ റിങ്കോ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മതിൽ ഗേറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഹരിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, രോഹിത്തും അവിടെ നിന്ന് പോയിട്ടുണ്ടായിട്ടോ. ശർമ്മ സാർ അവരെ ഒന്നും കാണുന്നില്ല. അങ്ങനെ റിങ്കു ആണെങ്കിൽ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ അപ്പോൾ അവിടെ ഉണ്ടായത് എന്നറിയാൻ വേണ്ടിയിട്ട് ശർമ്മ സാറ് ഗേറ്റ് തുറന്ന ഉടനെ തന്നെ റിങ്കു പെട്ടെന്ന് പുറത്തേക്ക് ഓടി അങ്ങനെ വീട്ടിലേക്ക്, നമ്മുടെ അലീനയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ഓടി വരിക കേട്ടോ. അപ്പോൾ ശർമ്മ സാറും പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. റിങ്കു നിൽക്ക് നീ എങ്ങോട്ടേ ഓടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. റിങ്കു ആണെങ്കിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് ഡോറ് ഇങ്ങനെ തള്ളി തുറക്കാനായിട്ട് നോക്കുകയാണ്. എന്നിട്ട് ശർമ്മ സാർ അങ്ങനെ മെല്ലെ വരുന്നുള്ളൂ. റിങ്കു ഇങ്ങോട്ടേക്ക് വാ, അവിടെ പോകണ്ടേ, ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ റിങ്കു വീണ്ടും ശർമ്മ സാറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട്
തിരിച്ച് ശർമ്മ സാറിനെയും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അയാളെ നിർബന്ധിക്കാട്ടോ. അയാളിങ്ങനെ ഡ്രസ്സിൽ ഇങ്ങനെ കടിച്ചിട്ട് വലിക്കുന്നുണ്ട്. അങ്ങനെ ശർമ്മ സാറും റിങ്കുവിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. റിങ്കു വേഗം വാതിലിനടുത്തേക്ക് തന്നെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഡോറ് തുറക്കാനായിട്ട് ഡോറ് ഇങ്ങനെ തള്ളാനായിട്ട് നോക്കുകയാണ്. ആ സമയത്ത് ശർമ്മ സാറും കൂടെ വന്ന് ഡോർ ഇങ്ങനെ തള്ളി തുറക്കുകയാണ്. മെല്ലെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശർമ്മ സാറിനെ ഞെട്ടിക്കുക കേട്ടോ. അപ്പോൾ അലീന അവിടെ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ശർമ്മ സാർ ആകെ ഷോക്കാവുകയാണ്. പെട്ടെന്ന് റിങ്കു ഓടി അലീനയുടെ അടുത്തേക്ക് ചെല്ലട്ടോ. അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അലീന ഇങ്ങനെ മണത്ത് നോക്കുകയും കുരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശബ്ദമൊക്കെ മുത്തശ്ശി കേൾക്കുന്നുണ്ട് കേട്ടോ. അലീന മോളെ, നീ എന്താ അവിടെ കാണിക്കുന്നത്? അത് ആരാ റിങ്കു ശർമ്മ സാറിൻ്റെ ഡോഗ് വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ റിങ്കു ആണെങ്കിൽ അവിടെ ഇങ്ങനെ അലീനയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശർമ്മ സാറാണെങ്കിൽ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് മൂക്കിൽ കൈ വെച്ചൊക്കെ നോക്കുമ്പം ബ്രീത്തിങ് ഇല്ലാത്ത പോലെ തോന്നുകയാണ്. കാരണം അലീന മയങ്ങി പോയേക്കാണല്ലോ, ബോധം കെട്ട് വീണേക്കാണ്. ആ സമയത്ത് ശർമ്മ സാറ് പൾസ് നോക്കുന്നുണ്ട്. പൾസ് നോക്കുമ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലാവുന്നു. ശർമ്മ സാറ് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുകയാണ്. ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസിലേക്ക് കയറ്റി അലീനയെ അവിടെ നിന്ന് കൊണ്ടുപോകുക കേട്ടോ. അതേസമയം ശർമ്മ സാറ് ബാലചന്ദ്രമേനോനെ വിളിക്കുന്നുണ്ട്. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ വീട്ടിലെ സെർവൻറ്റ് ഇവിടെ ഇങ്ങനെ ബ്ലഡിൽ കുളിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനും ആകെ ഷോക്കാവുന്നുണ്ട്. എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് അറിയാതെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിടാം, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ മതിയെന്ന് ശർമ്മ സാറ് പറയുന്നുണ്ട്. ആ സമയത്താണ് മുത്തശ്ശി മോളെ അലീനെ എവിടെയാണ് നീ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ശർമ്മ സാറ് അകത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ, മുത്തശ്ശിയുടെ അടുത്തേക്ക്. അപ്പോൾ ശർമ്മ സാറിനെ കണ്ടപ്പോൾ മുത്തശ്ശി ആകെ വല്ലാതാവുണ്ട്. ആ ഡോക്ടർ എന്താ ഇവിടെ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അലീന എന്തേന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി കേട്ടോ. അലീന അവിടെ ബ്ലഡൊക്കെ ആയിട്ട് കയ്യിൽ ശരീരത്തിൽ മുറിവൊക്കെ ആയിട്ട് മയങ്ങി കിടക്കുകയായിരുന്നു. ഞാനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ആംബുലൻസിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുമെന്ന് ശർമ്മ സാറ് പറയുന്നുണ്ടായിരുന്നു. അയ്യോ എൻ്റെ കൊച്ചിന് എന്ത് പറ്റിയ ഡോക്ടറെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല. റിങ്കു ആകെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയത് കാരണം ഞാൻ വന്ന് നോക്കിയതാണ് അവൻ്റെ കൂടെ, അപ്പോഴാണ് ഇങ്ങനെ കാഴ്ച കണ്ടത് എന്ന് പറയണം. മുത്തശ്ശിക്കും ആകെ ടെൻഷനാവാണ്. കാരണം വീട്ടിൽ ആരുമില്ല, മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഞാൻ ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിസ്റ്റർ മേനോനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളും എന്ന് പറയാണ് ശർമ്മ സാർ. അങ്ങനെ ആ സമയത്താണ് ആംബുലൻസ് വരുന്നത്. അപ്പോൾ ആംബുലൻസ് വന്നിട്ട് പെട്ടെന്ന് തന്നെ അലീനയെ ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ്. ആ ആംബുലൻസിൻ്റെ പുറകെ ഓടിയാട്ടോ റിങ്കുവിന് ഭയങ്കര ടെൻഷനാണ്. റിങ്കു പുറകെ ഓടി ഇങ്ങനെ പോകുന്നുണ്ട്. ശർമ്മ സാറും പെട്ടെന്ന് തന്നെ റിങ്കുവിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട്. റിങ്കു നിൽക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരുന്നുണ്ട്. അതേസമയം നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയാണ്. വിളിച്ച സമയത്തൊന്നും കോൾ എടുക്കുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ അതും ആലോചിച്ച് ടെൻഷനായിക്കൊണ്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. താഴേന്ന് പുറത്തുനിന്നായിരുന്നല്ലോ ഫോൺ ചെയ്തത്. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലണം. അപ്പോൾ അവിടെ ഗ്രേസമ്മ ഇരുന്ന് മുടി ചീകിയും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പറ്റി നിനക്ക്, നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് കോള് കിട്ടുന്നില്ല. ചേച്ചി കോൾ എടുത്തായിരുന്നു ആദ്യം എന്നോട്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവളെന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കും. അല്ല ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നു. ആ സമയത്ത് രോഹിത്തേട്ടൻ വന്നു, രോഹിത്തേട്ടന് ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതാണ് എന്ന് പറയട്ടോ. അപ്പോൾ എന്നാൽ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി പോയിട്ട്. ആ ഏട്ടന് അത്ര നല്ലതൊന്നുമില്ല. ആ ഏട്ടൻ്റെ സ്വഭാവം ഒരു മോശം സ്വഭാവമാണ്. ചേച്ചിയോട് ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ, എന്ത് പേടി, ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കുക എന്ന് പറയുമ്പോൾ, അല്ല ആൻറ്റി മുൻപ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചേച്ചിക്ക് ആ രോഹിത്തേട്ടനിൽ നിന്ന്. അപ്പോൾ ഇനി അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നോർത്തിട്ട് എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. നീ പേടിക്കേണ്ട, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, മാമച്ചായൻ വരട്ടെ, മാമച്ചാൻ്റെ കയ്യിൽ ആ സാറിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അവൾ നിൽക്കുന്ന വീട്ടിലെ ആ അദ്ദേഹത്തിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാമെന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ. അലീനെ ഏതായാലും കിട്ടുന്നില്ലല്ലോ, വേറെ ആരുടെ നമ്പറും ഇല്ല, അപ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസമ്മ അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് നോക്കാം എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും ഹരിയും കൂടെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ നിർത്തി സംസാരിക്കുക കേട്ടോ. എടാ എനിക്ക് പേടിയാകുന്നു, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവും ചോദിക്കുമ്പോൾ, ഇനി ഒരു കുഴപ്പമുണ്ടാവത്തില്ല, നമ്മളവിടെ വന്നിട്ടേ ഇല്ല, നമ്മൾ വന്നത് ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ, അവൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഹരി പറയുമ്പോൾ, അതല്ലടാ അവൾ ഇനി എങ്ങാനും മരിച്ചു പോയാലും
കേസും പ്രശ്നമൊക്കെ ആയി നമ്മളതിൻ്റെ പുറകെ തൂങ്ങും എന്ന് പറയുമ്പോൾ അവൾ മരിച്ചൊന്നും പോകത്തില്ലടാ, അവൾ രക്ഷപ്പെടും എന്നൊക്കെ പറയുമ്പോൾ രക്ഷപ്പെട്ടാലും പ്രശ്നമല്ലേ, അവൾ മരിച്ചു പോകാതെ രക്ഷപ്പെട്ടാലും പ്രശ്നമാണ്, അവളെ നമ്മൾ അറ്റംപ്റ്റ് നടത്തിയെന്ന് അവൾ എല്ലാവരോടും പറയത്തില്ലേ, പിന്നെ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ആ സമയത്താണ് വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. രേവതിക്കുട്ടി വീണ്ടും വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഹരിയുടെ കയ്യിലിരുന്നിട്ട് ഫോൺ റിങ് ചെയ്യാണ്. ആരെ വിളിക്കുന്നത്? ആ നേരത്തെ വിളിച്ച അതേ നമ്പറിൽ നിന്നാണ്, ഏതോ ഒരു രേവതിക്കുട്ടിയാന്ന് ഹരി പറയുമ്പോൾ ഇനി ഈ ഫോൺ നീ എന്തിനാ എടുത്തത്? അല്ല ഇനി ഇവർ തമ്മിൽ എന്താ സംസാരിച്ച് വെച്ചേക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ, നമ്മളവിടെ വന്നു എന്നുള്ളതിനൊക്കെ ഒരു തെളിവുണ്ടായെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് അപ്പം തോന്നിയൊരു ഇതിൽ ഞാൻ എൻ്റെ കയ്യിലെടുത്തതാണ്, ഈ ഫോൺ ഏതായാലും നമ്മുടെ കയ്യിൽ വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത് കാണുന്ന ഒരു കുളത്തിലേക്ക് ആ ഫോൺ വലിച്ചെറിയാട്ടോ ഹരി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? അവൾ ജീവിച്ചിരുന്നാൽ തന്നെ, അവൾക്ക് ഓർമ്മയൊക്കെ കിട്ടിയാൽ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം എന്ന് പറയാണ് ഹരി. എങ്ങോട്ട് മാറി നിൽക്കാൻ? എന്ത് പറഞ്ഞ് മാറി നിൽക്കും? എനിക്ക് അതിനൊന്നും പറ്റത്തില്ല, എനിക്ക് വീട്ടിലേക്ക് ഇന്ന് വൈകിട്ട് തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലണം എന്ന് രോഹിത്ത് പറയട്ടോ. എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ആലോചിക്കുന്ന ടെൻഷൻ ആവില്ലേ? എന്താണെങ്കിലും അവൾക്ക് ബോധം വരട്ടെ, അതിനനുസരിച്ച് നമുക്ക് നിൽക്കാം എന്ന് ഹരി പറയുന്നുണ്ട് രോഹിത്തിനോട്. പിന്നീട് കാണിക്കുന്നത് അലീനയെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കുന്ന കേട്ടോ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശർമ്മ സാറും അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒരു പക്ഷേ ശർമ്മ സാറ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഡോക്ടറാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഒരു പക്ഷേ ശർമ്മ സാറും ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ശർമ്മ സാറാണല്ലോ ആംബുലൻസിൽ കയറ്റി വിടുന്നത്, ആദ്യമായിട്ട് കാണുന്നതൊക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും പോലീസ് എൻക്വയറി ഒക്കെ വരികയാണെങ്കിൽ അതിന് ആൻസർ പറയേണ്ട ഒരു ഉത്തരവാദിത്തമൊക്കെ ശർമ്മ സാറിനുണ്ടല്ലോ. അതേസമയം ബാലചന്ദ്രനും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുകയാണ്. ആദ്യമൊക്കെ ഞാൻ ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കമൻറ്റ് പറയുമായിരുന്നു ബാലചന്ദ്രൻ എപ്പോഴാണ് മേനോനായത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ എപ്പിസോഡിൽ തന്നെ നമ്മുടെ ശർമ്മ സാറ് ബാലചന്ദ്രനെ മിസ്റ്റർ മേനോൻ എന്നാണ് വിളിക്കുന്നത്. ബാലചന്ദ്രൻ മേനോൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്കവാറും ബാലചന്ദ്രൻ്റെ പേര് ബാലചന്ദ്ര മേനോൻ എന്നാവാനാണ് ഒരു സാധ്യത. അല്ലെങ്കിൽ മേനോൻ കുടുംബത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ചതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വിളിക്കുന്നതുമാകാം. എന്താണെങ്കിലും ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ഈ മേനോനാവട്ടെ ആരാവട്ടെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ശർമ്മ സാറിനോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ റിങ്കു കുരച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നത് കണ്ടിട്ടാണ് ഞാനും പുറകെ ചെന്നത്, റിങ്കു എന്നെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു, അവിടെ ആരെങ്കിലും വന്നോ വന്നില്ല എന്നൊന്നും അറിയില്ല, ഡോറ് തുറന്ന് കിടക്കായിരുന്നു, ഞാൻ തള്ളിയപ്പോൾ തന്നെ തുറന്നു, ആ സമയത്ത് അവിടെ സ്റ്റെയർ കേസിൻ്റെ താഴെ തന്നെ ഇവള് ഇങ്ങനെ കത്രിക കൊണ്ട് വയറ്റിൽ കുത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിലയിലായിരുന്നു കണ്ടത് എന്ന് പറയാണ് ശർമ്മ സാർ. ഇതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ വൈജയന്തിയും മനുവിനെയും വിളിച്ച് പറയുന്ന ഭാഗങ്ങളും കാണിച്ചേക്കാം. എന്താണെങ്കിലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഇമാജിനേഷനൊക്കെ കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ക്ഷമിക്കുക. തെറ്റുകുറ്റങ്ങളൊക്കെ വരാം, ചില സീനുകൾ നമ്മൾ പറഞ്ഞത് വരാതിരിക്കാം, ചിലപ്പോൾ വരാതിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്ട്രാ സീനുകളും വരാം. എന്താണെങ്കിലും ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണ് കുറച്ച് ഇമാജിനേഷനോട് കൂടിയിട്ട് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.